ഫ്രണ്ട്സ് എല്ലാം മച്ചന്മാർക്കും കൂടി എടുത്തിട്ട് പുതിയ ഗെയിം പ്ലേ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പം ഒരു വെറൈറ്റി ഗെയിം പ്ലേ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്ന വേറൊന്നുമല്ല ഗൈസ്. ഈ റീസെൻ്റ്ലി ഇടയ്ക്ക് വൈറലായ കമല എന്ന് പറഞ്ഞൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു മൊബൈൽ വെർഷൻ ഗൈസ്, അതായത് മഞ്ചിലൊക്കെ എങ്ങനെ ഇടയ്ക്ക് പ്ലേ സ്റ്റോറിൽ തപ്പിയപ്പോൾ കിട്ടിയൊരു ഗെയിമാണ്. അപ്പോൾ ഗൈസ് ഞാനിങ്ങനെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ചിലപ്പോൾ വരും, അതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് കുറയ്ക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഇതെന്ന് പറഞ്ഞൊരു മഞ്ചിലിക എന്ന് പറഞ്ഞ ഒരു നമ്മൾ എന്തായാലും കമലെ പോലെ തന്നെ ആ ഒരു ലെവലിൽ വരുന്ന ഒരു മൊബൈൽ ആൻഡ്രോയിഡ് വെർഷൻ ഗെയിമാണ്. നമുക്കിതിൽ കളിച്ചു നോക്കും. പക്ഷേ ഈ ഗോസ്റ്റിനെ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് ഗൈസ് കൂടുതൽ വരുന്നത്. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ നമുക്കെന്താ ഗ്രാഫിക്സ് ഹൈ തന്നെ കിടക്കട്ടെ. പിന്നെ ഡിഫിക്കൽട്ടിയൊക്കെ ഇതൊക്കെ ശരി നമ്മളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമല്ലേ. നമുക്ക് പ്രോ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി തന്നെ ഇട്ടേക്കാം, അതല്ലേ അതിൻ്റെ ശരി. ഇല്ല, ഈസി കിടക്കട്ടെ, ഈസി മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പം നേരെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലോഡിങ് ഇപ്പോൾ റെഡിയും. ഓക്കെ ഗൈസ്, ഇവിടെ എന്തോ സ്റ്റോറി കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു കാറും കാക്ക ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. ഇവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മഞ്ചിലിക ഡോൺ കം ഔട്ട്, പുറത്ത് വരരുത് എന്നൊക്കെയാണ് നമ്മൾ പറയണത്. പിന്നെന്താ ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് കേസ് കണ്ട ആരൊക്കെ. കേസ് നമ്മൾ ഇങ്ങോട്ട് നോക്കിയപ്പോൾ കേസ് ചേടാ ഇതാണെന്ന് തോന്നുന്നു കേസ് മഞ്ചിലിക. ഇത് തന്നെ എനിക്കൊന്ന് മറ്റേ കാഞ്ചന കണക്കത്തൊരു കണ്ടിട്ട് എനിക്ക് അതുപോലെയാണ് കേസ് തോന്നിയത്. യു ഹാവ് റീസൺലി മഞ്ചിലിക ബാക്കി നൗ യു ഹാവ് ബീൻ ക്യാപ്ചേർഡ് ബൈ ഹെർ. യു ഓൾ ഗൈസ്, നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കമല ഗെയിം കണ്ടവർക്കറിയാം, നമ്മൾ ഈ കമലേനെ ആവാഹിച്ച് പൂട്ടണം. അത് തന്നെയാണ് ഇതിനകത്തും. നമുക്ക് 3 ദിവസമുണ്ട്. അപ്പം ഈ ഒരു ഗെയിം ഞാൻ കളിച്ചു നോക്കിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഗ്രാനി ഫീലാണ് ഗൈസ്. അപ്പോൾ നമ്മളൊരു ടണലിൽ സ്പോൺ ആയിട്ടുണ്ടോ, ഇങ്ങോട്ട് ബാക്കിലോട്ടൊന്നുമില്ല. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് എന്തായാലും പോയി നോക്കാം. ഗൈസ് നമുക്ക് കമൽ അടുത്ത് വരുമ്പോൾ ഒരു ചെലങ്കര ചിക്ക് സൗണ്ട് വെക്കാം. ഞാൻ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോയിൽ കേൾപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ടിപ്പും കാര്യമൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, ടു എസ്കേപ്പ് ഫ്രം ദിസ് ഹൗസ് സ്കൂട്ടർ ആൻഡ് റെയിൽ റോഡ് കാർ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സംഭവമാണ് കേസ് എസ്കേപ്പ് ആയി ഇവിടെ ഉള്ളത്, സ്കൂട്ടറും റെയിൽ റോഡ് കാറും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെ അതുകൊണ്ട് നമ്മൾ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇവിടെ നിന്ന് ആരും ഇല്ലല്ലോ അല്ലേ. ചിലങ്കര സൗണ്ട് ഒരു ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്, അതാണ് ഞാൻ ചുമ്മാ അല്ലടാ പോണ് ഗൈസ് പഞ്ചിലിക്ക്. നമ്മളെ പിടിച്ചാൽ കിട്ടൂല. നമുക്കെന്തായാലും നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്ത് ഇപ്പം ഒക്കെ എവിടെയെങ്കിലും ഇവിടുത്തെ ഇതാരൊക്കെ നമ്മളെപ്പോലെ വന്ന് കിടക്കുന്ന ആളാന്ന് തോന്നുന്നു ഇതുപോലെ ഇവിടെ പൂട്ടാൻ വന്നത്. എന്തായാലും ആദ്യം നമുക്ക് ഒളിച്ചിരിക്കാനുള്ള സ്ഥലമൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചേക്കാം. ഇപ്പം ഇവിടെ നമുക്ക് സംഭവം ഒളിച്ചിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഒരു സ്ഥലമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിയത് തന്നെ പെട്ടെന്ന് വന്നിരിക്കാം. പിന്നെ ഗേസ് ഈ ഗെയിമിനെ ഫസ്റ്റ് തന്നെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഒരു ഉറപ്പ് ഞാൻ തരുന്നില്ല ഗേസ്. ഇതൊന്നും ഈ ഗെയിം എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഫസ്റ്റ് ഗേസ് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇതെന്താ വീലോ? ഇതെന്തിൻ്റെയോ വീലാണെന്ന് തോന്നുന്നുണ്ട് ഗേസ്. തൽക്കാലം ഇവിടെ ഇട്ടേക്കാം. എടാ കയറി പെട്ടെന്ന്. എൻ്റെ പൊന്നെ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഗ്രാനി കണക്ക് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം ഡ്രോപ്പ് ചെയ്യുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഈ മഞ്ചിലൊക്കെ വയലൻ്റ് ആവും സംഭവം. ആ ഗെയിം നമ്മളെ ഒറിജിനൽ കമലക്കകത്ത് ഇതുപോലെ തന്നെയാണ്. പതുക്കെ പുള്ളിക്കാരി പോയിട്ട് നമുക്ക് നൈസിന് വെളിയിറങ്ങാം. ഇത് ഹൊററിസ്റ്റിക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 50% നമുക്ക് പേടിയാവും. ഓക്കെ, പിന്നെന്താ എവിടെ ഓക്കെ, മഞ്ചിലൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ ബാക്കി നമുക്ക് ഇവിടെ നമുക്ക് കീ വേണം അത് തുറക്കാൻ. ഓക്കെ, തൽക്കാലം നമുക്കിപ്പോൾ തുറക്കണ്ട. അപ്പം അങ്ങോട്ട് കേസ് ഇവിടെ ഫുള്ള് ബ്ലഡ് ആരൊക്കെ വലിച്ചഴച്ച് കൊണ്ടുപോയതിൻ്റെ ബ്ലഡാണെന്ന് തോന്നുന്നത്. പിന്നെ മഞ്ചിലൊക്കെ അങ്ങോട്ട് വേണം. അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെ ഇതാണ് ഇവിടെയാണെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ അല്ല, നമുക്ക് ഈ ഗെയിമിനകത്ത് നമുക്ക് എസ്കേപ്പ് ആയാൽ മാത്രം മതി, അല്ലാതെ ഇവിടെ വേറെ സംഭവം ചെയ്യണ്ട. ഓക്കെ, അപ്പം അത് ഇവിടെ നമുക്ക് തുറക്കാൻ പറ്റും. ഇത് എടാ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് വന്നിട്ട് നമുക്ക് മനഃപൂർവ്വം ഈ സംഭവത്ത് ഒന്നും കൂടെ തറയിടാം ഗൈസ്. മഞ്ചിലൊക്കെ ഇങ്ങോട്ട് വരുമോ നോക്കാം. ജസ്റ്റ് ഒന്ന് കയറി ഒളിച്ചിരുന്ന് നോക്കാം. എവിടെ ഇപ്പം അങ്ങോട്ട് പോയത് മഞ്ചിലൊക്കെയാണ്. തന്നെ ഗൈസ്, സൗണ്ട് വീണ എവിടെ നിന്നാലും ആ കറക്റ്റ് സമയത്ത് എത്തും ഗൈസ്. വരുന്നു ഗൈസ്, കയ്യിലെന്തൊരു കമ്പൊക്കെ കൊണ്ടാ ഗൈസ് അടിക്കാൻ പറഞ്ഞ മഞ്ചിലിക. കൊള്ളാം. ഇത് പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ അത്യാവശ്യം പേടിയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പോകുന്നു ഗൈസ് മഞ്ചിലിക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ വെളി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം മഞ്ചിലിക ഫുള്ള് പോയാ
ഇവിടെ പോയില്ല അതോ പുള്ളിക്കാരി നടന്നു പോകുന്നുള്ളൂ. അപ്പം ബാക്കിൽ നിന്ന് പോയാൽ പുള്ളിക്കാരി അറിയില്ലെന്നാണ് കേസ് തോന്നണത്. മഞ്ജുലിക അറിയത്തില്ല എന്ന് തോന്നണം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിൽ കൂടെ നൈസിനൊന്ന് മഞ്ജുലികയുടെ പിറകെ പോയി നോക്കാം. എങ്ങോട്ട് പോകും നമുക്ക് ജസ്റ്റ് നോക്കാം. എവിടെ ദോസ് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇനി അങ്ങോട്ട് മുറി വല്ലതും ഉണ്ടായിരുന്നാ? ഇല്ല കേസ്, ഒരു മിനിറ്റ്. വാ എവിടെ ഓടാ കണ്ട് ഓ മഞ്ജുലിക കണ്ടടാ, ചിലങ്കര സൗണ്ട് കേൾക്കുന്നടാ. ഇവിടെ ഓടറാ എൻ്റെ പൊന്ന് കേസ് കണ്ട്. വല്ല ആവശ്യം ഉണ്ടായിരുന്ന കയറി ഹൈഡ് പെട്ടെന്ന് ഹൈഡ്. എവിടെ കറക്റ്റ് സമയത്തിന് പറ്റുന്നില്ല. ജസ്റ്റ് മിസ്സിനാണ് കേസ് രക്ഷപ്പെട്ടത്. ജസ്റ്റ് മിസ്സിന് എൻ്റെ മോനെ. ഓക്കെ ഫൈനലി മഞ്ജുലിക പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസിനൊന്ന് ഇപ്പോൾ വെളിയിറങ്ങാം. ഫീസ ജസ്റ്റ് മിസ്സിനാ കേസ് രക്ഷപ്പെട്ടത് ചാവാതാ. ഓക്കെ കേസ്, അപ്പോൾ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേസ് നിൽക്കുന്നത്. ഇപ്പം നമുക്ക് മാപ്പ് എടുത്ത് നോക്കിയാൽ കണ്ട് അറിയാൻ പറ്റും. ഇപ്പം ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ കൊണ്ട് അല്ലാത്തൊരു മുകളിലെ ഫ്ലോറുണ്ട്. അപ്പം സോറി കേസ്, നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലല്ല, നമ്മളിപ്പോൾ മുകളിലത്തെ ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മുകളിലത്തെ സ്ഥലത്താണ് നമുക്ക് എസ്കേപ്പ് ആവാനുള്ള 2 ഡോറുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് 2 ഇങ്ങോട്ട് ഇവിടെ ആരുമില്ലല്ലോ. ഇവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കാം. പിന്നെ നമുക്ക് സംഭവം അതിൻ്റെ ഗ്യാമറ്റി സംഭവം എപ്പിക്കാൻ എളുപ്പമാണ്. ഇവിടെ ഷവലും കാര്യങ്ങളും കിടപ്പുണ്ട്. അപ്പം ഇവിടെ എന്താ ഇവിടെ എടാ അണ്ടർഗ്രൗണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും പോകാൻ പറ്റും. നൈസിന് ഇങ്ങോട്ട് ഇറങ്ങി നോക്കാം. ഓക്കെ അപ്പം ഗൈസ് ഇതാണ് ഗൈസ് നമ്മളെ റെയിൽ റോഡ് കാർ ഇതാണ്. അപ്പം നമുക്ക് ഗൈസ് ഇവിടെയാണ് നമുക്ക് വീൽ ഉപയോഗിക്കണം. എടാ നമ്മുടെ മഞ്ജുലിക കേസ് കയ്യിലെന്താ കേസ് ബ്ലേഡാണ്. ചേടാ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊന്നു കേസ്. നോക്കാം. അപ്പോൾ നെക്സ്റ്റ് 2ാമത്തെ ദിവസം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേസ് പിന്നെ ഈ ഒരു ഗെയിം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. നമുക്ക് ആ വീല് മാത്രം മതിയോ അതേ വേറെ എന്തെങ്കിലും വേണമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും പിന്നെ കേസ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാൻ തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഇങ്ങോട്ട് പോയി അവിടെ എന്താ അറിയത്തില്ല. അവിടെ മഞ്ജുലിക ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നത്. ഓക്കെ കേസ്, അപ്പോൾ നമ്മളിത് തൽക്കാലം ഓക്കെ. അപ്പോൾ നമുക്കിനി തൽക്കാലം വീലെടുത്തുകൊണ്ട് പോകാം. അതാകുമ്പോൾ നമുക്ക് വഴി കിട്ടണമെങ്കിൽ അവിടെ തന്നെ പെട്ടെന്ന് സെറ്റ് ചെയ്യാമല്ലോ. അപ്പം ഒരു മിനിറ്റ് കേസ്, വീലെടുക്കുന്നതിന് മുമ്പ് ഓക്കെ നമുക്ക് ഇവിടെ ഹൈഡ് ആവാൻ പറ്റുമോ? നമുക്ക് ഇവിടെയും ഒളിച്ചിരിക്കാം. ഈ ഒരു സ്ഥലത്ത് തന്നെ 2 സ്ഥലത്ത് നമുക്ക് ഒളിച്ചിരിക്കാം. എവിടെ ഹൈ ബ്രോ, എന്തൊക്കെയുണ്ട്, സുഖം തന്നെയാണോ? ഓക്കെ അപ്പം നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാം. അപ്പം നമുക്ക് ആ ഒരു കാര്യം സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കിനി കേസ് ചിലങ്കര സൗണ്ടാണെന്ന് തോന്നാൻ കേൾക്കുന്നത്. ഒരു സേഫ്റ്റിക്കൊന്ന് ഒളിച്ചിരുന്ന് നോക്കാം. പറയാൻ പറ്റില്ല കേസ് എപ്പോഴാണ് മഞ്ജുലിക ചാടി വീഴുന്നതെന്നൊന്നും. ഓക്കെ കേസ്, അപ്പോൾ നമ്മൾ വെളിയിറങ്ങി നോക്കുമ്പോഴാണ് കേസ് ഇവിടെ മഞ്ജുലിക അല്ല അവിടെ ഒരു ഫ്ലോറിൽ നിൽക്കുന്നുണ്ട്. ഈ റൂം നമുക്ക് തുറക്കാൻ എൻ്റെ കീ ഒന്നും തൽക്കാലത്തേക്കില്ല. അപ്പം ഓക്കെ കേസ് ഇവിടെ തൽക്കാലം ഇപ്പം മഞ്ജുലിക കാണാനില്ല. നമുക്ക് ആ വീല് കൊണ്ടെടുത്ത് വെക്കായിരുന്നു. പക്ഷേ കേസ് ആ വഴി ഫുള്ള് ഞാൻ 2-3 വട്ടം ഇതിന് ഈ ഓഫ് ക്യാമറയിൽ ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് പറ്റുന്നില്ല കേസ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ മൈൻ കാർട്ട് അല്ല ആ ഒരു എനിക്കെന്താണ് റെയിൽ റോഡ് കാർ ഇരിക്കുന്ന സ്ഥലം ഫുള്ള് മഞ്ജുലിക ഒരുമാതിരി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേസ്. നമുക്ക് സീരിയസ് ആയി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അടിച്ച് കൊല്ലും, എന്തായാലും പോയി അടിച്ച് കൊല്ലും. അപ്പം നമുക്ക് ഈ റൂമിന് എൻ്റെ മോനെ കേസ് ഞാൻ പ്രതീക്ഷിക്കാത്തൊരടിയായിരുന്നു കേസ് അത്. ഓക്കെ കേസ്, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഒരു അടുത്ത പാർട്ടിൽ കാണാം കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ബൈ. പിന്നെ ആരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇല്ലെങ്കിൽ രാത്രി